തലസ്ഥാനത്തെ റോഡ് പണി വിവാദത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ CPM സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നു കേൾക്കുന്നത്. അനാവശ്യ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് കടകംപള്ളിയാണെന്നായിരുന്നു ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ആക്ഷേപം. ഭരണത്തിലിരിക്കുന്ന നഗരസഭയെ പോലും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിധത്തിലുള്ള നടപടി ഗൗരവമുള്ള സംഭവമാണെന്നും ഒരു മുതിർന്ന നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നുവെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ ഒരു വിഷയത്തെ വിലയിരുത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയുടെ വികസന സെമിനാറിൽ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രന്റെ അഭിപ്രായ പ്രകടനമാണ് ഇത്തരത്തിലൊരു വിവാദത്തിന് തീ കൊളുത്തിയിരിക്കുന്നത്. അതിന് മറുപടി എന്നോണമായിരുന്നു കരാറുകാരെ തൊട്ടപ്പോൾ ചിലർക്ക് പൊള്ളിയെന്ന് പൊതുവേദിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പ്രസംഗിച്ചത് എന്ന തരത്തിൽ വിലയിരുത്തപ്പെട്ടിരുന്നു. 3 വർഷമായി മുടങ്ങിക്കിടക്കുന്ന പണി 3 മാസം കൊണ്ട് തീർക്കാൻ ലക്ഷ്യമിട്ട് അതിവേഗം പുരോഗമിക്കുകയാണിപ്പോൾ. അതിനിടയ്ക്ക് പൊതുജനപക്ഷത്ത് നിന്നെന്ന പേരിൽ വിമർശനം ഉന്നയിച്ച കടകംപള്ളിയുടെ നടപടിയാണ് ഒരു വാക്പോരിന് തുടക്കമിട്ടതെന്നാണ് വിലയിരുത്തലുകൾ. ഭരണത്തിലിരിക്കുന്ന നഗരസഭയെയും പൊതുമരാമത്ത് വകുപ്പിനെയും അവഹേളിച്ച് പ്രസംഗിച്ച നടപടി ശരിയല്ലെന്നാണ് സംസ്ഥാന സമിതിയിലെ പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. മുതിർന്ന നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നടപടി അല്ലെന്ന അഭിപ്രായവും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതേസമയം മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ സംസ്ഥാന സമിതിയിൽ നിന്ന് കാര്യമായ വിമർശനമൊന്നും ഉയർന്നു കേട്ടില്ല. വിവാദത്തിൽ CPM ജില്ലാ നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടെന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നതാണ്. വിവാദവുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടെന്ന തരത്തിലൊക്കെ വാർത്ത പ്രചരിച്ചിരുന്നതാണ്. പൊതുമരാമത്ത് മന്ത്രിയുടെ പ്രതികരണത്തിൽ അടക്കം സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനത്തെ പാർട്ടി നേതൃത്വം തള്ളുകയും ചെയ്തിരുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസും കടകംപള്ളി സുരേന്ദ്രൻ MLAയും തമ്മിൽ തലസ്ഥാനത്തെ റോഡ് വികസനത്തിന്റെ പേരിൽ ദിവസങ്ങളായി പരോക്ഷമായ ഏറ്റുമുട്ടൽ എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കരാറുകാരെ മാറ്റിയതിൽ ചിലർക്ക് പൊള്ളലേറ്റെന്ന പ്രസ്താവനയിലൂടെ താൻ ഉദ്ദേശിച്ചത് കടകംപള്ളി സുരേന്ദ്രനെ അല്ലെന്ന് മുഹമ്മദ് റിയാസ് തന്നെ പറയുകയുണ്ടായി. താനും മന്ത്രിയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രനും പ്രതികരിച്ചിരുന്നതാണ്. റിയാസ് അന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇതായിരുന്നു: എന്ത് തോന്നിവാസവും ആകാമെന്ന് കരുതുന്ന ഒരു കമ്പനിയെ മാറ്റിയത് സർക്കാരിന്റെ ശക്തമായ നടപടിയാണ്. പൊള്ളിയ ആളുകൾ മാത്രം ബേജാറായാൽ മതി. കരാറുകാരെ മാറ്റിയത് ശരിയായിരുന്നെന്ന് കാലം തെളിയിക്കും. ഏറ്റെടുത്ത കരാറ് സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത കമ്പനിയെ മാറ്റും. കരാറുകാരൻ ഉഴപ്പിയപ്പോൾ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു. അല്ലായിരുന്നുവെങ്കിൽ സ്ഥിതി മറിച്ചായേനെ എന്നായിരുന്നു റിയാസ് അന്ന് പറഞ്ഞത്. നിയമസഭ നടക്കുന്ന സമയമായതിനാൽ താനും മന്ത്രിയും തമ്മിൽ എല്ലാ ദിവസവും കാണാറും സംസാരിക്കാറുമുണ്ടെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അന്ന് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നതാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ ചർച്ചാ വിഷയവുമായിരുന്നു. തലസ്ഥാനത്തെ റോഡ് വികസനത്തെ വിമർശിച്ചതിന് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്തെത്തി എന്ന തരത്തിലായിരുന്നു ചർച്ചകൾ ആ സമയം പുരോഗമിച്ചിരുന്നത്. ആകാശത്ത് റോഡ് നിർമ്മിച്ച് താഴെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനാകില്ലെന്നും കരാറുകാരെ പുറത്താക്കിയത് ചിലർക്ക് പൊള്ളിയെന്നുമൊക്കെ റിയാസ് പറഞ്ഞതായിരുന്നു ചർച്ചാ വിഷയമായത്. ഇത് കോർപ്പറേഷൻ വികസന സമിതി യോഗത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ പ്രസംഗത്തിനുള്ള പരോക്ഷ മറുപടിയായാണ് ഏവരും വിലയിരുത്തിയിരുന്നതും. വികസന സെമിനാറുകൾ നേട്ടങ്ങൾ മാത്രമല്ല കുറവുകൾ കൂടി പറയാനുള്ള വേദിയാണെന്ന് പറഞ്ഞാണ് കടകംപള്ളിയുടെ അന്നത്തെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങിയത് തന്നെ. നഗരസഭയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ കരാറുകാർക്കൊപ്പം ചേർന്ന് വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന സ്ഥിതിയുണ്ടെന്നും ഫയൽ ഒരു മേശപ്പുറത്തു നിന്ന് മറ്റൊരു മേശപ്പുറത്തേക്ക് നീങ്ങണമെങ്കിൽ കൗൺസിലർമാർ നേരിട്ട് വന്ന് എടുത്തുകൊണ്ടു പോകേണ്ട സ്ഥിതിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായിരുന്നു. ഒക്ടോബർ 27-ന് നിയമസഭയിൽ അമൃത് പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച സെമിനാറിൽ ഉന്നയിച്ച അതേ കാര്യമാണ് വികസന സെമിനാറിലും താൻ ഉന്നയിച്ചത്. എന്നാൽ മാധ്യമങ്ങൾ സർക്കാർ വിരുദ്ധ മനോഭാവത്തിന്റെ ഭാഗമായി തന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗങ്ങളും പോരായ്മകൾക്ക് ഉത്തരവാദി ചില കരാറുകാരും ഉദ്യോഗസ്ഥരുമാണെന്ന ഭാഗവും ഒഴിവാക്കി അവർക്ക് വേണ്ട ഭാഗം മാത്രം പ്രചരിപ്പിക്കുകയാണ് ചെയ്തതെന്നും വികസന പ്രവർത്തനങ്ങളെ താറടിക്കാനുള്ള ഇത്തരം മാധ്യമ പ്രവർത്തനങ്ങൾക്ക് എതിരെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പ്രതികരിക്കുന്നതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നതാണ്. മന്ത്രിക്കൊപ്പം
നിയമസഭയ്ക്കുള്ളിൽ വെച്ചെടുത്ത സെൽഫി ചിത്രവുമൊക്കെ കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്കിലൂടെ അന്ന് പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് വിവാദത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രൂക്ഷ വിമർശനം ഉണ്ടായി എന്ന തരത്തിലൊക്കെയായിരുന്നു അന്ന് വാർത്ത പ്രചരിച്ചത്. മന്ത്രിയുടെ പ്രസംഗം അപക്വമാണെന്ന് യോഗം വിലയിരുത്തിയെന്നും വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മന്ത്രിയോട് അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണെന്നും ഒക്കെ ആരോപണമുണ്ടായിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിമർശനം ഉന്നയിച്ചതായൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. മന്ത്രിക്ക് ജാഗ്രതാ കുറവുണ്ടായെന്നും യോഗം വിലയിരുത്തി എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ CPM നേതാക്കൾക്ക് കരാറുകാരുമായി ദുരൂഹ ഇടപാടുകൾ ഉണ്ടെന്ന ധ്വനിയോടെയുള്ള പ്രസംഗമാണ് മന്ത്രി റിയാസ് നടത്തിയത് എന്ന തരത്തിലായിരുന്നു പാർട്ടിക്കുള്ളിലൊക്കെ ചർച്ച നടന്നത് എന്നൊക്കെയായിരുന്നു വാർത്തകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇതിനോട് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിരുന്നതുമാണ്. സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറഞ്ഞിരുന്നു. അതൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വാർത്തയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പ്രചരിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്, അതേപറ്റി പ്രതികരിക്കാൻ തന്നെ കിട്ടില്ലെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരുന്നു. നേതാക്കളെ സംശയത്തിൽ നിർത്തുന്ന മന്ത്രിയുടെ പരാമർശം അപക്വമാണ്, പ്രതികരണങ്ങളിൽ മന്ത്രി ജാഗ്രത പുലർത്തിയില്ലെന്നും യോഗത്തിൽ വിമർശനം ഉണ്ടായെന്നുമൊക്കെയായിരുന്നു ലഭിച്ച വിവരം. ഒടുവിൽ റോഡ് പണി വിവാദവുമായി ബന്ധപ്പെട്ട പല ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വാക്പോരിനുമൊക്കെ ഒടുവിൽ ഈ വിവാദം ഏകദേശമൊക്കെ ഒന്ന് കെട്ടടങ്ങിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും തലസ്ഥാനത്തെ റോഡ് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു രൂക്ഷ വിമർശനം കടകംപള്ളി സുരേന്ദ്രന് നേരിടേണ്ടി വന്നിരിക്കുന്നത്.